വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് ജിംന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഗൂഗിൾ ടാഗ് മാനേജർ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ വെബ്സൈറ്റിലെ പെർഫോമൻസസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ യൂസ് ചെയ്യുക ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞ ടൂളാണ്. അതേപോലെ വെബ്സൈറ്റിൽ കയറുന്ന കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ ബിഹേവിയർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് ഗൂഗിൾ അനലിറ്റിക്സ് ആണ്. അപ്പോൾ ഈ ടൂളിലൊക്കെ ഈ ഡാറ്റാസ് വരണമെന്നുണ്ടെങ്കിൽ, ഈ വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റാസ് വരണമെന്നുണ്ടെങ്കിൽ അത് വെബ്സൈറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് കൺസോളും വെബ്സൈറ്റായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സിൽ വെബ്സൈറ്റിൽ നിന്നുള്ള കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറും അതിലുള്ള ഫുൾ ഡാറ്റാസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ അനലിറ്റിക്സും അതേപോലെ വെബ്സൈറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഗൂഗിൾ ആഡിറ്റ് റീമാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പിക്സൽ കോഡ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ വെബ്സൈറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇതിലെന്താ ഒരു പ്രശ്നം പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ ക്രെഡൻഷ്യൽ ആവശ്യമായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ആരാണോ അയാളുടെ ഹെൽപ്പ് ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് പോയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ വഴി കോഡുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതായത് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിൻ്റെയും ഒരു ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത്. പക്ഷേ മേക്ക് ഷുവർ ചെയ്യുക ഗൂഗിൾ ടാഗ് മാനേജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെബ്സൈറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം വൺസ്. അതിനുശേഷം ബാക്കി എല്ലാ കോഡുകളും നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതായത് ഗൂഗിൾ അനലിറ്റിക്സും ഗൂഗിൾ സെർച്ച് കൺസോളും എല്ലാം ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് വെബ്സൈറ്റായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതേപോലെ ഗൂഗിൾ അനലിറ്റിക്സ് ടാഗ് മാനേജർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതേപോലെ ഗൂഗിൾ ആഡിൻ്റെ റീമാർക്കറ്റിംഗ് എങ്ങനെയാണ് വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നത്, അതേപോലെ ഫേസ്ബുക്ക് പിക്സൽ കോഡ് എങ്ങനെയാണ് ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഗൂഗിൾ ടാഗ് മാനേജർ. നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റും അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതായത് കോഡുകൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ ടാഗ് മാനേജറിലേക്കാണ് നമ്മൾ ടാഗ് ചെയ്തിടുന്നത്. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആദ്യമേ തന്നെ. സോ ഗൂഗിൾ ടാഗ് മാനേജർ എടുക്കുക, നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യാം. അതിൽ അക്കൗണ്ട് സെറ്റപ്പിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു അക്കൗണ്ട് സെറ്റപ്പ് അതേപോലെ തന്നെ കണ്ടെയ്നർ സെറ്റപ്പ് ഉണ്ട്. അക്കൗണ്ട് സെറ്റപ്പിൽ നമ്മൾ അക്കൗണ്ട് നെയിം കൊടുക്കുക, അതേപോലെ തന്നെ കൺട്രി ചൂസ് ചെയ്യാം. കണ്ടെയ്നർ സെറ്റപ്പിൽ നമ്മുടെ ഇപ്പം വെബ്സൈറ്റ് ആയിട്ടാണോ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ആപ്പാണോ, iOS ആപ്പാണോ, ആൻഡ്രോയിഡ് ആപ്പാണോ, അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണോ അത് കൊടുക്കുക, അതിൻ്റെ ഡൊമൈൻ കൊടുക്കുക. ഞാൻ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് ടാഗ് മാനേജറിനെ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ ആ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ കൊടുത്തു. URL ഫുൾ വേണ്ട, ഡൊമൈൻ മാത്രം ചെയ്താൽ മതി. സോ അത് വെബ്സൈറ്റാണ്. സോ വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ക്രിയേറ്റ്. ഇത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് അക്സെപ്റ്റ് ചെയ്യാം. ദെൻ യെസ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ 2 കോഡുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഹെഡ് സെഷനിൽ പേസ്റ്റ് ചെയ്യാനുള്ള കോഡും അതേപോലെ തന്നെ ബോഡി ടാഗിലും പേസ്റ്റ് ചെയ്യാനുള്ള കോഡും. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് എടുക്കുക. വെബ്സൈറ്റിൻ്റെ വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ അപ്പിയറൻസിൽ തീം ഫയൽ എഡിറ്ററിലാണ് നമ്മൾ ചെയ്യുന്നത്. header.php എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലിലാണ് നമ്മൾ ഈ കോഡ് പേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ header.php ആ ഒരു ഫയൽ എടുക്കുക. ഇതിൻ്റെ ഹെഡ് ടാഗിൽ നമുക്ക് ആദ്യമേ 2 കോഡാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. സോ ഹെഡ് ടാഗിൽ ആദ്യത്തെ കോഡ് ഇടുക ആൻഡ് സെക്കൻഡ് കോഡ്, ഇത് ബോഡി ടാഗിലാണ് അത് പേസ്റ്റ് ചെയ്യേണ്ടത്. സോ കോഡ് കോപ്പി ചെയ്തു. ദെൻ ബോഡി ടാഗിൽ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ദെൻ അപ്ഡേറ്റ് ഫയൽ ചെയ്യാം. ഈ ഫയലിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് വരാം. ഓക്കെ കൊടുക്കുക. ഇതിൽ നമ്മൾ വെബ്സൈറ്റ് URL കൊടുക്കുക, കണക്ട് ചെയ്യാം.
ഓക്കെ, ടാഗ് അസിസ്റ്റൻറ്റ് കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വേർഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ വേർഷൻ എന്ന് പറയുമ്പം ഇപ്പം ജസ്റ്റ് നമുക്കൊരു നെയിം കൊടുത്താൽ മതി. ഇപ്പം ഇൻ കേസ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വേർഷൻ എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേർഷനിൽ ടാഗ് ചെയ്തിരിക്കുന്ന ടാഗ്സ് എല്ലാം വർക്കിംഗ് ആവും. അപ്പം നമ്മൾ അങ്ങനെ ഒരു വേർഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ അതിലേക്ക് ടാഗുകൾ ആഡ് ചെയ്യാൻ വേണ്ടി. സോ നമ്മൾ വേർഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു നെയിം കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിലേക്ക് എന്താണ് ടാഗ്സും അതുപോലെ തന്നെ ട്രിഗേഴ്സ് എല്ലാം 0 ആണ്. നമ്മൾ ഒരു ടാഗും ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്കാണ് നമ്മൾ ടാഗ്സിനെല്ലാം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ അനലിറ്റിക്സ് ആണ്. അനലിറ്റിക്സിലെ കോഡാണ് നമ്മൾ ടാഗ് മാനേജറിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ അനലിറ്റിക്സിൻ്റെ മെഷർമെൻറ്റ് ID കോപ്പി ചെയ്ത് ഇടുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു സ്പ്രെഡ്ഷീറ്റിലേക്ക് കോപ്പി ചെയ്തിടുവാണ്. അനലിറ്റിക്സും ഗൂഗിൾ ആഡ്സും ഫേസ്ബുക്ക് പിക്സലും ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഗൂഗിൾ ആഡ്സിൻ്റെ റീമാർക്കറ്റിങ്ങിനുള്ള കോഡാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിപ്പം ഗൂഗിൾ ആഡ്സിൻ്റെ പ്രീവിയസ് ഡിസൈൻ എടുക്കുവാണ്. റീമാർക്കറ്റിങ്ങിൻ്റെ കോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അതിൽ ടൂൾസ് ആൻഡ് സെറ്റിങ്സിൽ കൺവേർഷൻസ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതായത് റീമാർക്കറ്റിംഗ് എന്ന് പറയുമ്പം നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഓൾറെഡി വിസിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിന് നമ്മൾ അവരിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ നമ്മുടെ വെബ്സൈറ്റിൽ എന്ത് ആക്ഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരിനാണോ വേണ്ടത് അതനുസരിച്ചുള്ള കൺവേർഷൻ ആക്ഷൻ നമ്മളിവിടെ കൊടുക്കണം. സോ നമുക്ക് ഒരു പുതിയ ന്യൂ കൺവേർഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്ത് ആക്ഷൻ ചെയ്യുന്ന ആൾക്കാരിനാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ വെബ്സൈറ്റാണ്, സോ വെബ്സൈറ്റ് ഡൊമൈൻ കൊടുക്കുക. വെബ്സൈറ്റിലേക്ക് കയറുന്ന ആൾക്കാരിനാണ് നമുക്ക് വേണ്ടത്. സോ വെബ്സൈറ്റ് ഡൊമൈൻ കൊടുക്കുക. സ്കാൻ ചെയ്യാം. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺവേർഷൻ ഗോൾ എന്താണ്, അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിനാണോ വേണ്ടത്, അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് എന്നുള്ള പേജ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരിനാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോം സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരിനാണോ വേണ്ടത്, അതനുസരിച്ചിട്ടുള്ള കൺവേർഷൻ ഗോൾ നമ്മൾ കൊടുക്കുക. ആൻഡ് ഇവൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പേജ് അലോഡ് ആവുന്നത്. ആൻഡ് URL, അത് ഏത് URL-ലുള്ള ആക്ഷനാണോ വേണ്ടത്, സോ ആ URL നമ്മളിവിടെ കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് ഞാനതൊരു ഡിഫോൾട്ടായിട്ട് ഞാൻ ഒരു പേജിൻ്റെ URL കൊടുക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് പ്രൊജക്റ്റ് എന്നുള്ള പേജിൻ്റെ URL ആണ് കൊടുക്കുന്നത്. സോ URL കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം കഴിഞ്ഞിട്ട് പിന്നെ എന്താണോ ആ സ്ലഗ് വരുന്നത് അതാണ് കൊടുക്കേണ്ടത്. ദെൻ ആഡ് ചെയ്യാം. Agree and continue. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള കോഡ് എടുക്കണം. നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ള കൺവേർഷൻ ആക്ഷൻ ഏതാണോ അതിന് നമ്മൾ എടുക്കുക.
നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൺവേർഷൻ ആക്ഷൻ ഏതാണോ അതിനെ സെലക്ട് ചെയ്യുക. പർച്ചേസ് ആണ് നമ്മൾ ചെയ്തത്. സോ പർച്ചേസ് എടുക്കുക. അതിൻ്റെ താഴേക്ക് വരുമ്പം ടാഗ് സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ യൂസ് ഗൂഗിൾ ടാഗ് മാനേജർ, അതിൽ നമ്മൾ കൺവേർഷൻ ഐ ഡി ആണ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫേസ്ബുക്ക് പിക്സലിൻ്റെ റീമാർക്കറ്റിംഗ് കോഡാണ് വേണ്ടത്. സോ നമ്മൾ ബിസിനസ് സെറ്റിങ്സ് എടുക്കുക. ഫേസ്ബുക്കിൽ ബിസിനസ് സെറ്റിങ്സ് എടുക്കുക. അതിൽ ഡാറ്റ സോഴ്സസിൽ പിക്സൽസ്, ഗോ ടു ഡാറ്റ സെറ്റ്സ്, നമ്മളൊരു പിക്സൽ ആഡ് ചെയ്യുക, പിക്സൽ അക്കൗണ്ട് ആഡ് ചെയ്യുക. പിക്സൽ ആ ഒരു ഇതിന് നെയിം കൊടുക്കുക. ഇത് നമ്മൾ ഇവിടെ ഒരു ഐ ഡി ഉണ്ട്, ആ ഐ ഡി കോപ്പി ചെയ്യാം. അത് എക്സൽ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമുക്ക് കോഡ് കിട്ടി. അനലിറ്റിക്സ്, അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് പിക്സൽ. നമുക്ക് ഈ 3 കോഡുകളെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് കണക്ട് ചെയ്യാം. ഗൂഗിൾ ടാഗ് മാനേജർ എടുക്കുക, വർക്ക് സ്പേസ് എടുക്കുക. അതിൽ ടാഗ്സിലേക്കാണ് നമ്മൾ ടാഗുകൾ ഇടാൻ പോകുന്നത്. സോ അപ്പോൾ ഇതിൽ ടാഗുകളൊന്നുമില്ല. സോ നമുക്ക് പുതുതായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ടാഗ് കോൺഫിഗറേഷൻ, അതിലാണ് നമ്മൾ ഏത് ടാഗാണ് ഇടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഇടാൻ പോകുന്നത്. ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ GA4 അതാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൾറെഡി മെഷർമെൻറ്റ് ഐ ഡി നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനെ നമ്മൾ എടുക്കാം. ഓക്കെ, മെഷർമെൻറ്റ് ഐ ഡി പേസ്റ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ ഈ ഒരു ടാഗിന് നമ്മളൊരു നെയിം കൊടുക്കുക, ഗൂഗിൾ അനലിറ്റിക്സ് പേജ് വ്യൂ. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്തിൻ്റെ ആണെന്നുള്ളത്. ദെൻ ഒരു ഇവൻറ്റ് നെയിം കൊടുക്കാം. പേജ് URL കൊടുക്കാം. പുതുതായിട്ട് അത് ആഡ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് പേജ് വ്യൂ ആയിട്ട് കൊടുക്കാം വേരിയബിൾ. URL സേവ് ചെയ്യാം. ദെൻ നമുക്ക് ട്രിഗറിങ് കൊടുക്കാം. അതായത് എന്ത് കാര്യം വരുമ്പോഴാണ് ഇത് ട്രിഗർ ആവണ്ടേ, അനലിറ്റിക്സിൻ്റെ ഈ ഒരു ഇത് ട്രിഗർ ആവണ്ടേ എന്നുള്ള കാര്യമാണ്. നമുക്ക് ഓൾ പേജസ് കൊടുക്കാം. ഈ എല്ലാ പേജും ലോഡ് ആവുന്നതിനനുസരിച്ചിട്ട് ട്രിഗർ ആവണം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ദെൻ സേവ് ചെയ്യാം. നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ആ ഒരു കോഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം.
ജസ്റ്റ് ഗൂഗിൾ അനലിറ്റിക്സ് എടുത്ത് നോക്കാം അത് കണക്റ്റ് ആയി എന്നുള്ളത്. കണ്ടിന്യൂ ടു ഹോം. ഓക്കെ, ഗൂഗിൾ അനലിറ്റിക്സ് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ വെബ്സൈറ്റായിട്ട് വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്കിവിടെ ഇനി കാണാനായിട്ട് പറ്റും. അതിലുള്ള നമുക്ക് റിപ്പോർട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ട്സ് എല്ലാം നമുക്കിവിടെ കിട്ടും. അപ്പം വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്തത് ഗൂഗിൾ ടാഗ് മാനേജറിലേക്കാണ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ കോഡ് കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ജസ്റ്റ് ആദ്യമേ തന്നെ വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യാതെ, ഇപ്പോൾ വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആക്സസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു ഡെവലപ്പറിനെയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ ജസ്റ്റ് വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഇനി ഗൂഗിൾ ആഡ്സിൻ്റെ ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് സെയിം തന്നെ നമ്മൾ ടാഗ് എടുക്കുക, അതിൽ നെയിം കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ ആഡ്സിൻ്റെ റീമാർക്കറ്റിംഗ് ആണ്. സോ ടാഗ് കോൺഫിഗറേഷൻ ചെയ്യുക, ഗൂഗിൾ ആഡ്സ് കൊടുക്കുക. ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഇവിടെ കൺവേർഷൻ ID കൊടുക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി അത് എടുത്തു വച്ചിട്ടുണ്ട്. സോ അതിൽ ഗൂഗിൾ ആഡ്സിൻ്റെ ആ ഒരു കൺവേർഷൻ ID അത് കൊടുക്കാം. ജസ്റ്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ പേജസ് കൊടുക്കാം. ദെൻ സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗൂഗിൾ ആഡ്സും ഇതേപോലെ തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫേസ്ബുക്ക് പിക്സൽ കണക്ട് ചെയ്യാം. സോ അതിന് നെയിം കൊടുക്കുക. ടാഗ് കോൺഫിഗറേഷൻ എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫേസ്ബുക്ക് പിക്സലിൻ്റെ ഒരു കോഡ് ആ ഒരു സാധനം കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കസ്റ്റം HTML ആയിട്ടാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ മാനുവലി എന്ന് പറഞ്ഞിട്ടുള്ള HTML കോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ID ആണ്. സോ നമുക്ക് ആ ഒരു കോഡാണ് വേണ്ടത്. മാനുവലി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്, HTML കോഡാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ആ ഒരു കോഡ് എടുക്കാം. നമുക്ക് ഇവൻറ്റ് മാനേജറിൽ അത് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഡാറ്റ സോഴ്സസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ സ്ക്രോൾ ചെയ്യുമ്പം നമുക്ക് സെറ്റപ്പ് ആ ഒരു ഫേസ്ബുക്ക് ആ പിക്സലിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. മെറ്റാ പിക്സലിൻ്റെ അവിടെ ഇൻസ്റ്റാൾ കോഡ് മാനുവലി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് ആ HTML കോഡ് നമുക്ക് കിട്ടും. അപ്പോൾ ആ കോഡിനെ കോപ്പി ചെയ്യാം. ഞാനിവിടെ പേസ്റ്റ് ചെയ്യും. ട്രിഗറിങ് നമുക്ക് ഓൾ പേജസ് തന്നെ കൊടുക്കാം. ദെൻ സേവ് ചെയ്യാം. ദെൻ ഫേസ്ബുക്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് കോഡെല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 കോഡുകളാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് സ്പെഷ്യലായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് വെബ്സൈറ്റായിട്ട് ഇങ്ങനെ കോഡുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ആക്സസ് വേണ്ട നമുക്കിതുപോലെ കോഡുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലേക്ക് കോഡുകൾ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലായില്ലേ? അപ്പം ഇനി ആരെങ്കിലും ഇതേപോലെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു.